നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഇസ്ലാമിക പ്രീണനവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് തെലങ്കാന സർക്കാർ. റംസാൻ മാസത്തിൽ മുസ്ലിം ജീവനക്കാരുടെ പ്രവൃത്തി സമയം കുറച്ചു. 4 മണിവരെ ഇനി മുതൽ ആ സമയങ്ങളിൽ മുസ്ലിം ജീവനക്കാർ തൊഴിലെടുത്താൽ മതി എന്നതാണ് പുതിയ സർക്കാർ ഉത്തരവ്. എന്നാൽ മറ്റ് ഹിന്ദു ആഘോഷങ്ങൾ നടക്കുമ്പോഴൊന്നും ഇത്തരത്തിലുള്ള ഇളവുകൾ ഒരു ഓഫീസിലും സർക്കാർ നൽകിയിരുന്നില്ല. ഇതിനെ കൃത്യമായി ചോദ്യം ചെയ്തിരിക്കുകയാണ് തെലങ്കാനയിലെ BJP. സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജീവനക്കാർ, അധ്യാപകർ, കരാർ ജീവനക്കാർ തുടങ്ങിയവർക്കാണ് പതിവ് ജോലി സമയം അവസാനിക്കുന്നതിന് മുമ്പ് ഓഫീസ് വിടുന്നതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഫെബ്രുവരി 19 മുതൽ മാർച്ച് 20 വരെയാണ് ഈ ഇളവ്. സംസ്ഥാന ഉറുദു മീഡിയം സ്കൂളുകളുടെ സമയവും പരിഷ്കരിച്ചിട്ടുണ്ട്. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് ക്ലാസുകൾ. ജീവനക്കാർക്ക് നിസ്കാരം നടത്തുന്നതിനും കൃത്യസമയത്ത് നോമ്പ് അവസാനിപ്പിക്കുന്നതിനുമാണ് ഇത്തരം ഒരു ഇളവ് നൽകിയത് എന്നാണ് സർക്കാർ വാദം. തെലങ്കാന സർക്കാർ ഈ തീരുമാനത്തെ പ്രീണന നയം എന്നതാണ് BJP ആരോപിച്ചിരിക്കുന്നത്. 41 ദിവസത്തെ അയ്യപ്പ ദീക്ഷയുടെ സമയത്ത് ഹിന്ദു ഭക്തർക്ക് സമാനമായ രീതിയിൽ എന്തുകൊണ്ടാണ് ഇളവുകൾ നൽകാത്തതെന്ന് കേന്ദ്രമന്ത്രി ബിന്ദി സഞ്ജയ് കുമാർ ചോദിച്ചു. എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ നൽകണം എന്നതാണ് ഒരു മതേതര സർക്കാർ എടുക്കേണ്ട നയം. എന്നാൽ ഇത്തരത്തിലുള്ളൊരു നയമല്ല തെലങ്കാന സർക്കാർ എടുത്തിരിക്കുന്നത്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഒരു സർക്കാരുകളും പ്രത്യേകമായൊരു മതവിഭാഗത്തിന് പ്രത്യേക അധികാര അവകാശങ്ങൾ നൽകുന്നത് ഒരിക്കലും ആശാസ്യകരമായ കാര്യമേ അല്ല. ഒരിക്കലും സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണകരമായ കാര്യമേ അല്ല ഇത്. എന്നാൽ കോൺഗ്രസ് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള പ്രീണന നയങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ കാര്യമെടുത്താൽ 2013 വഖഫ് നിയമം പാസ്സാക്കി. പുതിയ ഒരു വഖഫ് നിയമത്തിൽ പരിഷ്കരണം കൊണ്ടുവന്നു. ഈ നിയമപ്രകാരം വഖഫ് ബോർഡിന് ഏത് സ്വത്തും തങ്ങളുടെ സ്വത്താക്കി മാറ്റിയെടുക്കുവാൻ കഴിയും. വഖഫ് ബോർഡ് ഒന്ന് സംശയിച്ചാൽ പോലും ആ വഖഫ് ഭൂമി തങ്ങളുടേതാക്കി മാറ്റിയെടുക്കുവാനായിട്ട് ഈ നിയമപ്രകാരം സാധിക്കുമായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകളുണ്ടെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ വാദിക്കേണ്ടത് എവിടെയായിരിക്കും? അത് വാദിക്കേണ്ടത് വഖഫ് ബോർഡിൻ്റെ ട്രിബ്യൂണൽ തന്നെയായിരിക്കും. ഇപ്പോൾ ഇതിന് വിധി പറയുന്നതായിരിക്കും വഖഫ് ബോർഡ് തന്നെയായിരിക്കും. ഈ രീതിയിൽ വലിയ പ്രീണന നയമാണ് ആ സമയത്ത് കോൺഗ്രസ് സർക്കാർ തയ്യാറാക്കിയത്. ആ ഒരു രീതിയിൽ രാജ്യത്തെ വിഭജിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം തന്നെയാണ് ആ സമയത്ത് നടന്നത്. രാജ്യത്തെ ഏറ്റവും അധികം ബാധിച്ച മറ്റൊരു നിയമമുണ്ട്. ഷാബാനു കേസിനെ തുടർന്ന് കോൺഗ്രസ് പാർലമെൻറ്റിൽ തയ്യാറാക്കിയ നിയമം. മുസ്ലിം സ്ത്രീകളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ പരിരക്ഷ താറുമാറാക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം പുരുഷന്മാരോടൊപ്പം നിന്നുകൊണ്ട് അന്ന് രാജീവ് ഗാന്ധി സർക്കാർ പാസ്സാക്കിയ നിയമം ഒരിക്കലും ഇന്ത്യ മറന്നു കാണാൻ ഇടയില്ല. രാജ്യം മതപരമായി വർഗീകരിക്കപ്പെടുന്നത് അതിനുശേഷമാണ്. ഏറ്റവും അധികം ജനങ്ങൾ ഈ വിധി കണ്ട് അമ്പരന്ന് പോയിട്ടുണ്ട്. ഈ ഒരു നിയമനിർമ്മാണം കണ്ട് ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രീണന നയമാണ് ഇപ്പോൾ തെലങ്കാന സർക്കാരും കൊണ്ടുവന്നിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.